കാസർഗോഡ് റിയാസ് മൗലവിയുടെ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന ഷാജിത്ത് നമുക്കൊപ്പം ചേരുന്നു. എന്താണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്? കേസിലെ വിധി മുഴുവൻ ഞാൻ വായിച്ചു, ഒരുവിധം വായിച്ചു. ദൃശ്യമാധ്യമങ്ങളിൽ വന്നതുപോലെ ഈ വിധിയിലെവിടെയും പലരും ചോദിച്ചു, അതായത് നിലവാരമില്ലാത്ത പ്രോസിക്യൂഷനോ നിലവാരമില്ലാത്ത അന്വേഷണമെന്നോ എവിടെയും പ്രസ്താവിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ വായിച്ചു നോക്കി, കാണുന്നില്ല. പിന്നെ രണ്ടാമത്, ഈ കേസിൽ പോലീസിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. സ്വന്തം കുട്ടിയെ നോക്കുന്നതിനേക്കാളും ഉപരിയായി കഴിഞ്ഞ 7 വർഷക്കാലമായി പ്രതികളുടെ പിന്നാലെ ഫോളോ ചെയ്ത് അവർക്ക് ബെയിൽ നിഷേധിച്ചു. അവരെപ്പോൾ കേരള ഹൈക്കോടതിയും ജില്ലാ കോടതിയും സമീപിക്കുമ്പോഴൊക്കെ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് ഫയൽ ചെയ്ത് പ്രോസിക്യൂഷൻ കോവിഡ് സമയങ്ങളിൽ പോലും ബെയിൽ എതിർത്ത്, കോവിഡ് സമയങ്ങളിൽ പോലും എല്ലാവർക്കും ബെയിൽ കൊടുത്തിട്ടും പ്രതികൾക്ക് ബെയിൽ നിഷേധിച്ച ഒരു കേസാണ് റിയാസ് മൗലവി കേസ്. അതിൽ വീഴ്ച എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളും എന്താണ് വീഴ്ച എന്ന് പറയുന്നില്ല, ഈ പറയുന്ന കഥയറിയാതെ ആട്ടമാടുന്ന രാഷ്ട്രീയ നേതാക്കളും എന്താണ് വീഴ്ച എന്ന് പറയുന്നില്ല. 1 മുതൽ 97 സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചിട്ടുണ്ട്. 100 സാക്ഷികളടങ്ങുന്ന കുറ്റപത്രമാണ് കോടതി സമർപ്പിച്ചത്. ഈ 100 സാക്ഷികളിൽ വേണ്ടാത്ത ചില സാക്ഷികളെ ഒഴിവാക്കി 20ഓളം സാക്ഷികളെ പ്രോസിക്യൂഷൻ അഡീഷണൽ സാക്ഷികളായി കൊണ്ടുവന്നിട്ടുണ്ട്. 2-3 പ്രതികളുടെ ടവർ ഡംപ് പള്ളിയുടെ ഉള്ളിലാണ് അർദ്ധരാത്രി എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രതികൾ നിഷേധിച്ചിട്ടില്ല. ഈ കൃത്യത്തിന് ശേഷം 2-3 പ്രതികൾ ഓരോ ടവർ മാറി ടവർ ടു ടവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവർ പള്ളിയുടെ ടവറിനുള്ളിലാണ് എന്നും തെളിയിച്ചിട്ടുണ്ട്. 2ാം സാക്ഷി 2ാം പ്രതിയെ കണ്ടു എന്നും കല്ലെറിഞ്ഞു എന്നും ആ കല്ലിൻ്റെ പാടുകൾ ഔൾ ടാങ്കിൻ്റെ അടുത്തുള്ള പള്ളിയുടെ ചുമരിൽ ഒരഞ്ഞ് കല്ല് ചെതറിക്കിടക്കുന്നതായി ഇമ്മീഡിയറ്റ്ലി സംഭവ സ്ഥലത്തെത്തിയ എല്ലാ ഉദ്യോഗസ്ഥരും കാണുന്നുണ്ട്. 3ാം സാക്ഷി ഹമീദ് 3 പേർ മോട്ടോർ സൈക്കിളിൽ പോകുന്നതും അവരെ ഹമ്പ് ഉള്ള ഡിച്ചുമുള്ള സ്ഥലമായതുകൊണ്ട് സ്ലോ ആയതുകൊണ്ട് അവരെയും കണ്ട് തിരിച്ചറിയുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായി 1ാം പ്രതിക്കെതിരായിട്ട് DNA തെളിവുകളും 1ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ റിയാസ് മൗലവിയുടെ ചോര എങ്ങനെ വന്നു എന്ന് 1ാം പ്രതിക്ക് ഉത്തരമില്ല. 2 പേരുടെ അതായത് റിയാസ് മൗലവിയുടെ DNA ആണ് 1ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിലുള്ളത്. 1ാം പ്രതിയുടെ വേഷങ്ങളിൽ കണ്ട ചോര, 1ാം പ്രതിയുടെ മുണ്ടിലുള്ള ചോര റിയാസ് മൗലവിയുടേതാണെന്നും അത് 1 and the same മെയിൽ പേഴ്സൺ എന്ന് DNA റിപ്പോർട്ടുണ്ട്. ആ DNA എക്സാമിനേഷൻ നടത്തിയ ശ്രീവിദ്യ എന്ന അസിസ്റ്റന്റ് ഡയറക്ടറെ പോലീസ് സാക്ഷിയാക്കിയില്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് 293 പ്രകാരം അഡ്മിസിബിളായ രേഖയാണ്. എന്നിട്ടും അവരെ അഡീഷണൽ സാക്ഷിയായി കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട്. ഇത്രയും തെളിവുകളല്ലാതെ, അതായത് 1 മുതൽ 3 വരെ പ്രതികൾക്ക് 87 സാഹചര്യ തെളിവുകൾ കോൺക്രീറ്റ്, 13 സാഹചര്യ തെളിവുകൾ വേറെ ഉള്ളത് അത് ഒഴിവാക്കി 87 സാഹചര്യ തെളിവുകൾ കൃത്യമായി എഴുതിയ ആർഗ്യുമെൻ്റ് നോട്ട്സും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ആർഗ്യുമെൻ്റ് നോട്ട്സും 1 മുതൽ 97 സാക്ഷികളുടെ മൊഴിയും 215 രേഖകളും MO 1 മുതൽ 45 വരെ മുതലുകളും പരിശോധിച്ചിട്ട് പറയണം നിങ്ങൾ എന്താണ് പ്രോസിക്യൂഷനും പോലീസും നടത്തിയ വീഴ്ച എന്ന്. റിയാസ് മൗലവിയുടെ റൂമിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോൺ, അതോടൊപ്പം തന്നെ മറ്റു സാധനങ്ങളൊക്കെ ഇതൊന്നും പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഉയരുന്നത്. റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും എടുത്ത മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയക്കേണ്ട ആവശ്യമില്ല. കാരണം അത് റിയാസ് മൗലവി മതപ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഫോണാണ് എന്ന് തെളിവുണ്ട്. ഒരു ചെറിയ ഫോൺ. 2, ആ മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരു തർക്കമോ ആ മൊബൈൽ ഫോൺ വേറെ ആരെങ്കിലുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നുള്ള ഒരു സജഷൻ പോലും പ്രതികൾക്ക് 1 മുതൽ 97 സാക്ഷികളെ വിസ്തരിക്കുന്ന സമയത്തോ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്തോ ഇല്ല. അത്തരമൊരു സാഹചര്യത്തിൽ റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണും അദ്ദേഹത്തിൻ്റെ ആൽബമൊക്കെ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കണമോ? അത് ഏത് നിയമത്തിലാണ് പറയണത്? നേരെ മറിച്ച് ഈ മൊബൈൽ ഫോണിൽ ഒരു ക്രോസ് എക്സാമിനേഷൻ നടത്തി അത് ഈ മൊബൈൽ ഫോൺ വേറെ ഏതെങ്കിലും ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് അവർ കൃത്യത്തിന് വന്നു എന്നുള്ള ഒരു ലിങ്ക് ഡിഫൻസിനുണ്ടെങ്കിൽ അത് ശരിയാണ്. ഒന്നുമില്ലാതെ ഡിഫൻസ് പോലും ചാലഞ്ച് ചെയ്യാത്ത, അതിൽ ആ ഭാഗത്തേക്ക് തന്നെ ഡിഫൻസ് വന്നിട്ടില്ല, അങ്ങനെ ഒരു വാദഗതിയും ഉന്നയിച്ചിട്ടില്ല. അത് ജഡ്ജിൻ്റെ കണ്ടെത്തലുകളാണ് ഈ ഒരു ഫോൺ ഉണ്ടെന്നുള്ളത്. അങ്ങനെ കണ്ടെത്തിയിട്ടാണ് ഒരു കേസ് തീരുമാനം എടുക്കേണ്ടത്. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായതായി തെളിയിക്കാൻ കഴിയുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട്. അതും തെറ്റാണ്.
പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പ് കാണിക്കുന്ന 3 സെറ്റ് ഓഫ് മോട്ടീവ് ഈ കേസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന് 8 or 9 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. അതിന് രേഖകൾ മാപ്പുകുരി ടൂർണമെൻറ്റും അവിടുന്ന് പ്രതികൾ വീണിട്ട് പരിക്ക് പറ്റിയ വൂണ്ട് സർട്ടിഫിക്കറ്റും പ്രതികളുടെ മൊബൈൽ ഫോണിൽ കണ്ട സെൽഫി എടുത്ത ഫോട്ടോവും 19/3 അർദ്ധരാത്രിയുള്ള കൃത്യം നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ആ ഫോട്ടോയിൽ കാണുന്ന അതേ ഇഞ്ചുറി തന്നെ ഡോക്ടർ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് അഡ്മിഷനായി വരും, കൺഫെഷൻ ആവില്ല എന്ന് ഫുൾ ബെഞ്ചിൻ്റെ വിധിയും ഹാജരാക്കി. അതൊന്നും ജഡ്ജ്മെൻറ്റിൽ കാണുന്നില്ല. വിമർശനം ഉന്നയിക്കുന്നവർക്ക്, അതായത് രാഷ്ട്രീയക്കാർ വിമർശനം ഉന്നയിക്കുന്നത് അവർക്ക് കാര്യം അറിയാതെ വിമർശനം ഉന്നയിക്കുകയാണ്. കാര്യം പഠിച്ചിട്ടാണെങ്കിൽ ഇതാരും വിമർശനം ഉന്നയിക്കില്ല. കാരണം അത്ര മനോഹരമായിട്ട് നടത്തിയ ഒരു കേസാണ്. അതിലൊന്നും വിമർശിക്കാൻ, ആർക്കും വിമർശിക്കാൻ ഒന്നുമില്ല. കാരണം റിയാസ് മൗലവി കേസിനേക്കാളും കൂടുതൽ ഇനി അങ്ങോട്ടൊരു കേസ് നടത്താനില്ല. അത്രയ്ക്കും നന്നായി നടത്തിയൊരു കേസാണ്. പിന്നെ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. കാരണം ഡിഫൻസ് ഉന്നയിക്കാത്ത കാരണങ്ങൾ, ഡിഫൻസ് ഒരിക്കലും വാദഗതികളായി കൊണ്ടുവരാത്ത കാരണങ്ങൾ എങ്ങനെ ജഡ്ജിമെൻറ്റിൽ വന്നു എന്നുള്ളത് ഈ വിമർശിക്കുന്നവർ പരിശോധിക്കണം. ഈ ജഡ്ജ്മെന്റിൽ ഏതെങ്കിലും തരത്തിലെ ഇടപെടൽ ഉണ്ടായതായി സംശയിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് ഒന്നും പറയാൻ തയ്യാറല്ല. കാരണം എൻ്റെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയണു, ആ വിധിപ്പകർപ്പ് വായിച്ചു കഴിഞ്ഞാൽ ആ വിധിപ്പകർപ്പിൽ ഡിഫൻസ് ഒരിക്കലും തെളിവിൽ കൊണ്ടുവരാത്ത കാര്യങ്ങൾ എങ്ങനെ വന്നു, അത് എത്രമാത്രം അനുവദനീയമാണ്, അത് എത്രമാത്രമാണ് ഒരു പ്രൂഡൻ ഒരു മാൻ അയാളുടെ കണ്ണിലാണോ അതോ ഒരു ജഡ്ജിൻ്റെ ലെൻസിലാണോ ഒരു നീതി തീരുമാനിക്കപ്പെടേണ്ടത് എന്ന് ആ ജഡ്ജിമെൻ്റ് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. ഈ വിധിന്യായത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നു. എന്താണ് അടുത്ത നടപടി? അപ്പീൽ കൊടുക്കും. അപ്പീലല്ലാതെ വേറെ നിർവാഹങ്ങളൊന്നുമില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് റിവ്യൂ ഒന്നുമില്ലല്ലോ. അപ്പീൽ കൊടുക്കും, അത് മാത്രമേ നിർവാഹമുള്ളൂ, വേറെ നിർവാഹമൊന്നുമില്ല. ഈ വിധി തിരിച്ചടിയാവില്ലേ? അപ്പീലിനൊരിക്കലും വിധി തിരിച്ചടിയായി വരില്ല. കാരണം ഇത്രയും തെളിവുകളുള്ളൊരു കേസ് കണ്ണടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതി നിഷേധം തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ ഒരു നീതി നിഷേധം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രതിഭാഗം പോലും മുന്നോട്ട് വയ്ക്കാത്ത കാര്യങ്ങളാണ് ജഡ്ജ്മെന്റിൽ ഉണ്ടായത്. ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉന്നയിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ വിധിന്യായം സമൂഹത്തിൽ വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് സംശയമില്ല. ഏതായാലും കോഴിക്കോട് നിന്നും വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.